വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്രം. ഇതൊരു പ്രകൃതി ദുരന്തമാണ്. അതിനാൽ തന്നെ വയനാട്ടിൽ സംഭവിച്ച ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി കാണാൻ കഴിയില്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. UPA ഭരണകാലത്ത് 2013 ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇക്കാര്യം ലോക്സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രതിപക്ഷം ഇത് പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല എന്നുമാണ് കേന്ദ്രം പറയുന്നത്. പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വകുപ്പില്ല എന്നാണ് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കിയത്. ദുരന്തത്തിന്റെ വ്യാപ്തി, സഹായം നൽകേണ്ടതിന്റെ ആവശ്യകത, പ്രതിസന്ധി നേരിടുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ശേഷി തുടങ്ങിയ ഘടകങ്ങളൊക്കെ പരിശോധിച്ചതിന് പിന്നാലെയാകും കേന്ദ്രം സഹായം നൽകുന്നതും. അടിയന്തര ദുരിതാശ്വാസവും സഹായം എത്തിക്കുക എന്നതാണ് മുൻഗണനയെന്നും സംസ്ഥാന സർക്കാരുകളാണ് പ്രാഥമികമായ ഉത്തരവാദിത്തം വഹിക്കേണ്ടത്. തുടർന്ന് സുരക്ഷാ മാർഗങ്ങളും ആശ്വാസ നടപടികളും സ്വീകരിക്കേണ്ടതെന്നുമായിരുന്നു അന്ന് മന്ത്രി രേഖാമൂലം അറിയിച്ചതെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. വയനാട്ടിൽ അടിയന്തര സഹായം എത്തിച്ചുവെന്നും കേന്ദ്ര സർക്കാർ അറിയിക്കുകയാണ്. വിവിധ സുരക്ഷാ വിഭാഗങ്ങളിലെ 1200 പേരടങ്ങുന്ന സംഘത്തെയാണ് രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിച്ചത്. 30 പേരെ രക്ഷിക്കാനും 520 പേരെ ഒഴിപ്പിക്കാനും 112 മൃതദേഹങ്ങൾ കണ്ടെത്താനും NDRF സംഘത്തിന് കഴിഞ്ഞു. പ്രശ്നബാധിത മേഖലകൾ അന്തർ മന്ത്രാലയ കേന്ദ്ര സംഘം സന്ദർശിച്ചെന്നും ദുരിതാശ്വാസ ഫണ്ട് നൽകാൻ യുക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നുമാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതേസമയം വയനാടിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്യണമെന്നും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാ സഹായവും നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. കേരളത്തിന്റെ ആവശ്യം സംബന്ധിച്ച് വിശദമായ വിവരം എത്രയും വേഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകണമെന്നും കേന്ദ്രം നിർദ്ദേശിക്കുകയാണ്. ദുരന്തഭൂമിയിലെ കാഴ്ചകൾ കണ്ട് മനസ്സേറെ വേദനിച്ചാണ് പ്രധാനമന്ത്രി സംസാരിച്ചതും. ദുരന്തഭൂമിയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആളുകളുടെ തൊഴിൽ എന്നിവയിൽ ഉൾപ്പെടെ പ്രത്യേക സഹായം നൽകുമെന്ന് തന്നെ പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ വേദനയിൽ ഒപ്പം നിൽക്കുന്നു. വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. സംസ്ഥാനം ചെയ്യുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ എല്ലാ പിന്തുണയും ഉണ്ടാകും. ദുരന്ത നിവാരണ ഫണ്ട് നേരത്തെ തന്നെ കേന്ദ്രം നൽകിയിട്ടുണ്ട്. കുടുംബങ്ങളെ നഷ്ടപ്പെട്ട കുട്ടികൾക്കും ദുരന്തത്തിൽ നഷ്ടമുണ്ടായവർക്കുമായി ദീർഘകാല പദ്ധതി തയ്യാറാക്കണം. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അവരുടെ ചുമതല നിർവഹിക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. വീടുകളും സ്കൂളുകളും റോഡും അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികളുടെ ഭാവിയും പുനഃസ്ഥാപിക്കുന്നതിന് രാജ്യവും കേന്ദ്ര ഗവൺമെന്റ് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് തന്നെ പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.